അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വിശുദ്ധമായ റമളാൻ നന്മകൾ വാരിക്കൂട്ടാനുള്ള മാസമാണ്. ഇതര മാസങ്ങളിലില്ലാത്ത ഒരുപാട് ഓഫറുകളാണ് ഈ വിശുദ്ധമായ റമളാൻ മാസത്തിൽ അള്ളാഹു അവന്റെ അടിമകൾക്ക് വേണ്ടി പ്രത്യേകം സംവിധാനിച്ചിട്ടുള്ളത്. റമളാനിന്റെ ആദ്യ രാത്രിയിലെ ചില വിശേഷണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചു. റമളാനിന്റെ ആദ്യ രാത്രിയിൽ ഒരു മലക്ക് വിളിച്ചു പറയുമത്രേ, വനാദ മുനാദിൻ എന്ന് ഹദീസിൽ കാണാം. യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ. ഒരു മലക്ക് വിളിച്ചു പറയുമത്രേ, ഖൈറിനെ, നന്മയെ തേടുന്നവരുണ്ടോ, എന്നാൽ മുന്നോട്ട് വരൂ, മുന്നോട്ട് വരൂ എന്നൊരു മലക്ക് വിളിച്ചു പറയുമത്രേ. വയാ ബാഗിയ ശർറ്, തിന്മയെ തേടുന്നവരുണ്ടോ, ഉണ്ടെങ്കിൽ അഖ്സിർ, നിങ്ങളതിൽ നിന്ന് പിന്മാറൂ എന്നും റമളാനിന്റെ ആദ്യ രാത്രിയിൽ ഒരു മലക്ക് വിളിച്ചു പറയുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഹദീസിൽ കാണാം. അതുകൊണ്ട് തന്നെ ഈ പുണ്യമായ മാസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം നന്മകൾ വാരിക്കൂട്ടാനുള്ള ഒരു അവസരമാണ്. ഹദീസിൽ കാണാലോ, ആരെങ്കിലും ഒരു സുന്നത്ത് ഈ മാസത്തിൽ ചെയ്താൽ ഇതര മാസങ്ങളിൽ ഒരു ഫർള് ചെയ്ത കൂലിയാണ്. അതേസമയത്ത് ഒരു ഫർള് ചെയ്താലോ 70 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ ഒരു ഫർളിന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം കൊടുക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് വിശുദ്ധമായ റമളാൻ മാസത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കേണ്ടതുണ്ട്. ജമാഅത്തുകളിൽ കൃത്യമായി പങ്കെടുക്കേണ്ടതുണ്ട്. വിശുദ്ധമായ ഖുർആൻ ധാരാളം പാരായണം ചെയ്യേണ്ടതുണ്ട്. ദിക്റുകളും സ്വലാത്തുകളും സ്വതക്കകളുമായി ഒരുപാട് സുഹൃതങ്ങളുമായി നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം സൃഷ്ടിക്കുമ്പോഴാണ് റമളാനിന്റെ ആദ്യ രാത്രിയിൽ മലക്ക് വിളിച്ചു പറഞ്ഞതുപോലെ, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ തേടുന്നവരെ മുന്നിട്ട് വരൂ, മലക്ക് വിളിച്ചു പറഞ്ഞ ആ വിഭാഗത്തിൽ നമ്മൾ പെടുന്നുള്ളൂ. ഇഖ്ലാസോടുകൂടി നമ്മുടെ ഇബാദത്തുകൾ നിർവഹിക്കാൻ നമുക്ക് കഴിയണം. മറ്റുള്ളവർ കാണാനല്ല, റിയാഇന്റെ ഒരു അംശം പോലും വരാതെ. ഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്കാണ് എന്നാണ് റിയാഇനെ കുറിച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ നിസ്കാരവും എൻ്റെ ഖുർആൻ പാരായണവും എൻ്റെ സ്വതക്കയും എൻ്റെ സ്വലാത്തും എൻ്റെ ദിക്റും എൻ്റെ എല്ലാ ഇബാദത്തും അതെന്നെ പടച്ച, എന്നെ പരിപാലിക്കുന്ന എൻ്റെ അള്ളാഹുവിന് മാത്രമാണ് എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി, ഒരു തരി പോലും കലർപ്പില്ലാത്ത പരിപൂർണമായ ഇഖ്ലാസോടുകൂടി നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളെത്ര ഭാഗ്യവാന്മാരാണ്. അതേ സമയത്ത് മറ്റുള്ളവർ കാണാനായി നമ്മുടെ ഇബാദത്തുകൾ മാറിയാലോ എന്തൊരു കഷ്ടമാണത്. അല്ലദീനഹും യുറാഊൻ, വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ എന്നല്ലേ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. വൈലെന്ന് പറയുന്ന നരകം, നരകത്തിൽ ഒരു ചെരു ലഭിക്കുന്ന വിഭാഗത്തെ പറഞ്ഞപ്പോ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒരു വിഭാഗം അല്ലദീനഹും യുറാഊൻ, അവർ ആളുകൾ കാണാൻ വേണ്ടി അവരുടെ ഇബാദത്തുകളെ ക്രമീകരിച്ചവരാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ എന്തുമാത്രം നമ്മൾ അതിനെ ഭയപ്പെടണം. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ അടുക്കൽ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനത്തെ പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി വരുമ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ സമീപത്ത് നിന്ന് കരയുന്നത് കണ്ടപ്പോ ചോദിക്കുന്നുണ്ട്, മുആദേ എന്തേ എന്ന് ചോദിക്കുമ്പോൾ മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാൻ ഓർത്തുപോയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. റിയാഇനെ കുറിച്ച് പറഞ്ഞപ്പോ അത് ഷിർക്കുൽ അസ്ഗർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ കുറിച്ച് പറഞ്ഞുവല്ലോ, അത് ചെറിയ ഷിർക്കാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചാണ് ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു തആല അൻഹു കരഞ്ഞതെങ്കിൽ, പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ ഇബാദത്തുകൾ അത് ഒരു പ്രകടന പരതയായി മാറുന്നില്ലേ? മറ്റുള്ളവർ കാണാനും മറ്റുള്ളവർ പ്രശംസിക്കാനും മറ്റുള്ളവർ നമ്മെക്കുറിച്ച് നല്ലത് പറയാനുമെല്ലാം നമ്മുടെ ഇബാദത്തുകൾ മാറുന്നുണ്ടെങ്കിൽ
നാം എത്ര പരാജിതരാണ് ഇത് നാം ഓരോരുത്തരും സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. നന്മയെ തേടുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.